ചിക്കൻ ബിരിയാണിയാണോ ഇഷ്ടം? ഞാനും വിചാരിച്ച് എന്താണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നതെന്ന്. കറി ഇഷ്ടമല്ലേ? അപ്പൊ ചിക്കൻ വേണമെന്ന് പറഞ്ഞാലോ? ബിരിയാണി പൊരിച്ച കോഴിയാണ് ഇഷ്ടം. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് തൽക്കാലം ഒരെണ്ണം അച്ചൂട്ടിന് കൊടുക്കാം അല്ലേ? ഇത് അച്ചൂട്ടിന് കൊടുക്കാം അല്ലേ? ഇതും ബിരിയാണിയാണ്. ഇത് ഫുള്ള് ബിരിയാണിയാണ്. ഇതും ബിരിയാണി. ഇത് ചിക്കൻ ബിരിയാണി. നമുക്ക് എന്തായാലും പൊരിച്ച കോഴിയാ. ദൈവമേ, അടുത്ത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതും ബിരിയാണിയാണ്. പൊരിച്ച കോഴി ഒന്ന് ഇടാൻ പണി പാളി. പൊരിച്ച കോഴി ഉണ്ടടാ അതില്. പൊരിച്ച കോഴി അതിന്റെ അകത്തുണ്ട്. നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം. കൊച്ചു വിശന്ന് ഇരിക്കുകയാണ്. ഓക്കെ ഞങ്ങള് തുടങ്ങിയേ. ഞാനും എടുക്കട്ടെ കുറച്ച്. ഓക്കെ. പിന്നെ അല്ല, ഞങ്ങളൊന്നും ഇപ്പൊ ശരിയാക്കി തരാം. എന്നാലും എന്തുകൊണ്ടാണ് അംഗനവാടിയിൽ ഇത് നമുക്ക് ഇവിടുന്ന് തരാത്തെ? ഉപ്പാവാണോ എല്ലാ ദിവസവും തരണേ? ആണോ? എവിടെ? ഇത്രയും സ്നേഹമുള്ള കൊച്ചിനെ എവിടെ കിട്ടും? അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ? അത് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞങ്ങൾ തുടങ്ങണേ. അതെ, ഈ അംഗനവാടിയിൽ വന്ന് എനിക്കും ബിരിയാണി തരുമോ? ആരാ ബിരിയാണി തരണേ? ടീച്ചറാണോ? ഇത്രയും ദിവസം കൊച്ചിന് എന്താ തന്നത്? തരത്തില്ലേ? ഇവിടെ എന്തൊരു കഷ്ടവും നോക്ക്. കൊച്ചിന് ഒന്നും തരത്തില്ലേ? ആണോ? ഞെട്ടിക്കെന്ന് പറഞ്ഞോ? കെട്ടിക്കുന്ന തെറ്റിയാ? അതായത് കൊച്ചിന് ബിരിയാണി കൊടുക്കാത്തതുകൊണ്ട് അനു ടീച്ചറായിട്ട് തെറ്റിയിരിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിച്ചപ്പോ എനിക്ക് പൊരിച്ച കോഴി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അയാൾ പൊരിച്ച കോഴി മേടിച്ചു തന്നോ? നല്ല വിശപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു പപ്പടം കൊണ്ട് ഇട്ടല്ലേ? എന്നിട്ട് അയാൾ വന്നിട്ട് പൊരിച്ച കോഴി തന്നോ ആരെങ്കിലും? വീട്ടിലാരാ പൊരിച്ച കോഴി മേടിച്ചു തന്നെ? ആരാണത്? അച്ചു? അതാണോ? ആ വേഷം ഇട്ടതോ? കുറുനരി വേഷം ഇട്ടതോ? അതാണ് അച്ചു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ ആരാണ് പൊരിച്ച കോഴിയൊക്കെ മേടിച്ചെന്നെ? ഉണ്ണിമാമനാണ്. അപ്പൊ നമുക്ക് അംഗനവാടിയിലെ ഉണ്ണിമാമനെ കൊണ്ടുപോയാലോ? പോണോ? ഓക്കെ. ഉണ്ണിമാമൻ ഖത്തറിൽ പോയാ?